പാഴാക്കല്ലേ പ്രിയ കൂട്ടരേ. എല്ലാ കൊച്ചു കൂട്ടുകാർക്കും കളിമുറ്റത്തിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? നിങ്ങൾ എല്ലാവരും നന്നായി പഠിക്കുന്നുണ്ടോ? പഠിച്ചാൽ മാത്രം പോരാ കേട്ടോ, ഒപ്പം പ്രാർത്ഥിക്കുകയും വേണം. എങ്കിൽ കൂട്ടുകാരെ, നമുക്ക് ആദ്യത്തെ സെഗ്മെന്റ് എന്താ നോക്കിയാലോ? ഹലോ കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം പുള്ളിമാൻ. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും കഥ കേൾക്കാൻ തയ്യാറാണോ? ഇന്നും നമുക്ക് ഈശോയുടെ ഒരു അത്ഭുതത്തെ പറ്റി കേട്ടാലോ? അതിനു മുന്നേ നമുക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടാം അല്ലേ? തത്തമ്മയുടെ പേരെന്താ? സാറ. ഏത് കാട്ടിൽ നിന്നാ വരുന്നത്? കാലടി. ആനക്കുട്ടന്റെയോ? എന്റെ പേര് അമീലിയ മേരിറ്റി. ഏത് കാട്ടിൽ നിന്നാ വരുന്നത്? അങ്കമാലി. മാനിന്റെ പേരെന്താ? അലാന. ഏത് കാട്ടിൽ നിന്നാ വരുന്നത്? അകപ്പറമ്പ്. മയിലിന്റെ പേരെന്താ? എന്റെ പേരാണ് ജുവൽ. ഏത് കാട്ടിൽ നിന്നാ വരുന്നത്? പുളിയനംകാട്. നമുക്ക് കഥ കേട്ടാലോ? യേശു വളരെയധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതായിട്ട് നമുക്കറിയാമല്ലേ? യേശു ഒരു വൈദ്യനായിട്ട് തന്നെയാണ് അറിയപ്പെട്ടിരുന്നതും. യേശു പാവങ്ങളുടെ വൈദ്യനായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. പാവങ്ങളുടെ വൈദ്യനോ? ദരിദ്രിൽ ദരിദ്രരായവരെയാണ് യേശു എപ്പോഴും സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ യേശു അന്ധന്മാരെയും സുഖപ്പെടുത്തിയിട്ടുണ്ട്. ബൈബിളിൽ 3 പേർക്കാണ് യേശു കാഴ്ച സുഖപ്പെടുത്തി കൊടുത്തത്. 2 പേർക്ക് യേശു കാഴ്ച തിരിച്ചു നൽകുകയും അതുപോലെ തന്നെ ജന്മന അന്ധനായിരുന്ന ഒരാൾക്ക് യേശു സുഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവരുടെ കഥ കേട്ടാലോ? ഒരിക്കൽ യേശു ബെത്സൈദയിലെ സിനഗോഗിൽ പഠിപ്പിച്ചതിന് ശേഷം ശിഷ്യരോടൊപ്പം തിരിച്ചു വരികയായിരുന്നു. അപ്പോൾ കുറെ ആളുകൾ അവന്റെ അടുക്കിലേക്ക് ഒരു അന്ധനെ കൊണ്ടുവന്നു. ആ അന്ധന് കാഴ്ചയില്ലായിരുന്നു. അന്ധനെ കണ്ട യേശു എന്താ പറഞ്ഞത്? ഞാൻ എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അപ്പോൾ അന്ധൻ പറഞ്ഞു, എനിക്ക് കാഴ്ച വേണം. യേശു എന്നിട്ട് എന്താ ചെയ്തത്? അപ്പോൾ യേശു അവന്റെ വിശ്വാസം കണ്ടിട്ട് അവനെ കൂട്ടി ഗ്രാമത്തിന് പുറത്തു പോയി. അവന്റെ കണ്ണിൽ ഒന്ന് സ്പർശിച്ചു. എന്നിട്ട് യേശു ചോദിച്ചു, നീ എന്ത് കാണുന്നു? അപ്പോൾ ആ അന്ധൻ പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നു, അവർ മരം പോലെയാണ് ഇരിക്കുന്നത്. യേശു ഒരിക്കൽ കൂടി അന്ധന്റെ കണ്ണുകളിൽ സ്പർശിച്ചു. എന്നിട്ട് ഒരിക്കൽ കൂടി ചോദിച്ചു, ഇപ്പോൾ നീ എന്താണ് കാണുന്നത്? അപ്പോൾ ആ അന്ധൻ പറഞ്ഞു, കർത്താവേ, ഞാൻ എല്ലാം പൂർണ്ണമായി കാണുന്നു, എനിക്ക് തിരിച്ച് കാഴ്ച ലഭിച്ചിരിക്കുന്നു. ഈശോയോട് വളരെയധികം നന്ദിയുള്ളവനായി തീർന്നു ആ അന്ധൻ. കാഴ്ച ലഭിച്ച അന്ധനോട് യേശു എന്താ പറഞ്ഞത്? നീ ഈ നഗരത്തിന് പുറത്തേക്ക് പോകുക, പിന്നെ ഒരിക്കലും ഈ നഗരത്തിലേക്ക് നീ തിരിച്ചു വരരുത്. അത്രയും രഹസ്യമായിട്ടായിരുന്നു ഈശോ ഓരോ അത്ഭുതങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ഒരിക്കൽ യേശു ജെറീക്കോയിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ സ്ഥിരമായി ജെറീക്കോയുടെ വാതിൽക്കൽ ഒരു അന്ധൻ ഭിക്ഷ യാചിക്കുന്നുണ്ടായിരുന്നു. ആ അന്ധൻ കുറെ ശബ്ദം കേൾക്കുന്നത് കേട്ടിട്ട് അടുത്തുണ്ടായിരുന്ന ആളുകളോട് ചോദിച്ചു, ആരാണ് ഇപ്പോൾ ഈ നഗരത്തിലേക്ക് പ്രവേശിക്കുന്നത്? യേശുവിനെ തിരിച്ചറിഞ്ഞിട്ട് കുറെ ആളുകൾ യേശുവിന് പിന്നാലെ കൂടിയിരുന്നു. അതുകൊണ്ടാണ് ആ അന്ധൻ ആ ശബ്ദം കേട്ടിട്ട് അടുത്തുണ്ടായിരുന്ന ആളുകളോട് ആരാണ് വരുന്നതെന്ന് ചോദിച്ചത്. അപ്പോൾ അടുത്തുണ്ടായിരുന്ന ആൾ അന്ധനോട് പറഞ്ഞു, നസ്രായനായ ഈശോയാണ് ഈ നഗരത്തിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നതെന്ന്. ആ മറുപടി കേട്ടപ്പോൾ അന്ധന് വളരെയധികം സന്തോഷമായി. എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരിക്കലെങ്കിലും യേശുവിനെ കാണണമെന്ന് ആ അന്ധൻ ആഗ്രഹിച്ചിരുന്നു. യേശുവിനെ കാണുമ്പോൾ അദ്ദേഹത്തിന് തൻ്റെ കാഴ്ച തിരിച്ചു ലഭിക്കുമെന്ന് അന്ധന് വളരെയധികം വിശ്വാസമുണ്ടായിരുന്നു. പക്ഷെ തന്നെ സഹായിക്കാൻ ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈശോയുടെ നാടായ നസ്രത്ത് പോയി സുഖം പ്രാപിക്കുവാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ യേശു ജെറീക്കോയിലേക്ക് വരുന്നത് കേട്ടപ്പോൾ അന്ധന് വളരെയധികം സന്തോഷമായി. അന്ധൻ എന്ത് ചെയ്തെന്നറിയാമോ? ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് ഉറക്കെ വിളിച്ചു പറയുവാൻ തുടങ്ങി. യേശു അന്ധൻ വിളിക്കുന്നത് കേട്ടോ? അപ്പോൾ അടുത്തുണ്ടായിരുന്ന ആളുകൾ അന്ധനോട് പറഞ്ഞു, ശബ്ദമുണ്ടാക്കാതിരിക്കൂ. അവരെന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്? ഈശോയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകണ്ട എന്ന് വിചാരിച്ചാണ് അവർ അന്ധനോട് അങ്ങനെ പറഞ്ഞത്. പക്ഷെ അന്ധൻ അതൊന്നും ഗൗനിച്ചില്ല. അന്ധൻ വീണ്ടും ഉച്ചത്തിൽ പറഞ്ഞു, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന്. അന്ധനോട് സംസാരിക്കാതിരിക്കുവാൻ പറഞ്ഞ ആളുകളെല്ലാം അവനെ ശകാരിക്കുവാൻ തുടങ്ങി. അന്ധൻ ഇതൊന്നും ഗവനിക്കാതെ കൂടുതൽ ഉച്ചത്തിൽ ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു.
ശിശുമാരുടെ യേശു എന്താ പറഞ്ഞത്? ഈ അന്ധനെ ശ്രദ്ധിച്ച യേശു ശിഷ്യന്മാരോട് പറഞ്ഞ് അന്ധനെ ഈശോയുടെ അടുക്കലേക്ക് വിളിപ്പിച്ചു. അപ്പോൾ യേശു അന്ധനോട് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ അന്ധൻ ഈശോയോട് പറഞ്ഞു, അങ്ങ് ഒന്ന് സ്പർശിച്ചാൽ മതി, എനിക്ക് കാഴ്ച ലഭിക്കുമെന്ന്. അവന്റെ വിശ്വാസം കണ്ട് യേശു അവനെ ഒന്ന് സ്പർശിച്ചു. അപ്പോഴേക്കും അവന് കാഴ്ച തിരിച്ച് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ആ അന്ധനും കാഴ്ച ലഭിച്ചു. അതുപോലെ തന്നെ ഒരിക്കൽ യേശു ജെറുസലേം ദേവാലയത്തിൽ നിന്ന് തിരിച്ചു വരികയായിരുന്നു. അവിടെ സ്ഥിരമായി ഒരു അന്ധൻ ഭിക്ഷയാചിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ജന്മന കാഴ്ച നഷ്ടപ്പെട്ടവനായിരുന്നു. അപ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, ഇവന് കാഴ്ച നഷ്ടപ്പെട്ടത് ഇവന്റെയോ അതോ ഇവന്റെ മാതാപിതാക്കളുടെയോ ആരുടെ പാപനിമിത്തമാണ് എന്ന് ശിഷ്യന്മാർ ഈശോയോട് ചോദിച്ചു. അപ്പോൾ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കളുടെയോ പാപനിമിത്തമല്ല, പകരം കർത്താവിന്റെ പദ്ധതി ഇവനിൽ നിറവേറുന്നതിനായിട്ടാണ് ഇവന് കാഴ്ച നഷ്ടപ്പെട്ടതെന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. എന്നിട്ട് യേശു ആ അന്ധന്റെ അടുക്കൽ ചെന്നിട്ട് നിലത്ത് തുപ്പി ചെളിയുണ്ടാക്കി അവന്റെ കണ്ണിൽ പുരട്ടി. എന്നിട്ട് ഈശോ അന്ധനോട് പറഞ്ഞു, അടുത്തുള്ള കുളത്തിൽ പോയി കഴുകുക. ഉടനെ തന്നെ ആ അന്ധൻ അടുത്തുള്ള കുളത്തിൽ പോയി കഴുകി. അപ്പോഴേക്കും അവന് കാഴ്ച തിരിച്ചു ലഭിച്ചിരുന്നു. അങ്ങനെ ആ അന്ധനും വളരെയധികം സന്തോഷത്തോടെ ദൈവത്തോട് നന്ദി പറഞ്ഞ് തന്റെ വീട്ടിലേക്ക് മടങ്ങി. ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായോ? ഈ കഥയിൽ നിന്നും എന്താ മനസ്സിലായത്? നമ്മൾ യേശുവിൽ വിശ്വസിച്ചാൽ യേശു നമ്മുടെ എല്ലാ രോഗങ്ങളും മാറ്റും. അതെ, നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ദൈവത്തിൽ അമിതമായി വിശ്വസിക്കുക. ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. കൃത്യസമയത്ത് തന്നെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയും ചെയ്യും. കൂട്ടുകാരെ, നിങ്ങൾക്ക് കാട്ടിലെ കൂട്ടുകാരെ ഇഷ്ടമാണോ? എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കാട്ടിലെ കൂട്ടുകാരെ. റിസ, നിനക്ക് കാട്ടിലെ കൂട്ടുകാരെ ഇഷ്ടമാണോ? എനിക്ക് ഒത്തിരി ഇഷ്ടാ. കൂട്ടുകാരെ, നിങ്ങൾക്ക് പുളിമാൻ പറഞ്ഞ കഥ ഇഷ്ടമായോ? നല്ല രസമുണ്ടായിരുന്നല്ലേ കേൾക്കാൻ? കൂട്ടുകാരെ, നമ്മളെ കാണാൻ ഒരു കുസൃതി കുടുക്ക കാത്തിരിക്കുന്നുണ്ട്. അതാരാണെന്ന് ഞാൻ പറയണോ? നമ്മുടെ സ്വന്തമായ അന്നമോൾ. നമുക്ക് അന്നമോളുടെ വിശേഷങ്ങൾ അറിഞ്ഞിട്ട് വന്നാലോ? മലക്കേ. ഹായ് അന്നമോളെ. ഹായ് മലക്കേ. എന്തുണ്ട് അന്നമോളെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു മലക്കേ. ആട്ടെ, ഇന്നെന്താ അന്നമോൾ ഈ കാവൽമാലാഖയെ വിളിച്ചത്? അതൊരു സംശയം ചോദിക്കാനാ മലക്കേ. എന്താ എന്റെ അന്നമോളുടെ ഇന്നത്തെ സംശയം? അതൊരു ചെറിയ സംശയം മലക്കേ. അതെന്താണാവോ ആ സംശയം? ഈ ടെലിഫോൺ കണ്ടുപിടിച്ചത് ആരാ മലക്കേ? അലക്സാണ്ടർ ഗ്രഹാം ബെൽ. എന്താ മലകി ഈ ടെലിഫോണിന്റെ പ്രവർത്തനം? വൈദ്യുത കാന്തിക പ്രേരണ എന്ന പ്രതിഭാസമാണ് ടെലിഫോണിന്റെ പ്രവർത്തനത്തിനു കാരണം. എന്ന് വെച്ചാ, ഒരു കാന്തിക മണ്ഡലത്തിൽ കമ്പിച്ചുരുളുകൾ ചലിക്കുമ്പോൾ അതിനുള്ളിലെ കാന്തിക ബലരേഖകൾക്ക് മാറ്റമുണ്ടാകുന്നു. അതിന്റെ ഫലമായി വിദ്യുത്ചാലക ബലം അഥവാ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് ഉണ്ടാകുന്നു. ആളുകൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ടെലിഫോൺ സെറ്റിനുള്ളിലെ മൈക്രോഫോണിലൂടെയുള്ള കമ്പിച്ചുരുൾ ഇളകും. എന്നിട്ട് അതോടെ അതിലെ കാന്തിക ബലരേഖകൾക്ക് മാറ്റം ഉണ്ടാകുകയും തന്മൂലം കറണ്ട് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഈ കറണ്ടിനെ ശക്തി കൂട്ടി കമ്പികളിലൂടെ അയക്കും. മറുപുറത്തെത്തുന്ന ഇതേ കറണ്ട് സ്പീക്കർ വഴിയായി ശബ്ദരൂപത്തിലാകുന്നു. ഇതാണ് ടെലിഫോണിന്റെ പ്രവർത്തനം. ഇത്തരം പ്രവർത്തനം ഈ ടെലിഫോണിന്റെ പിന്നിൽ ഉണ്ടായിരുന്നെന്ന് എനിക്ക് അറിയാമല്ലായിരുന്നു. അലക്സാണ്ടർ ഗ്രഹാം ബെൽ കണ്ടുപിടിച്ച ടെലിഫോണിന് ഒരുപാട് കുറവുകൾ ഉണ്ടായിരുന്നു അന്നമോളെ. എന്തായിരുന്നു മലാക്കേ അത്? ശബ്ദം ഉണ്ടായിരുന്നെങ്കിലും വ്യക്തത ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഒരു പരിധിയിൽ കൂടുതൽ ദൂരത്തേക്ക് സംസാരിക്കാനും സാധിക്കില്ലായിരുന്നു. എന്നിട്ട് എന്താ ചെയ്തേ? പിന്നീട് തോമസ് ആൽവ എഡിസൺ അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിന്റെ ടെലിഫോണിനുണ്ടായിരുന്ന കുറവുകളെല്ലാം പരിഹരിച്ചെടുത്തു. ടെലിഫോൺ കണ്ടുപിടിച്ച് കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ ഉണ്ടായത്. ആദ്യകാലത്തെ ടെലിഫോൺ എക്സ്ചേഞ്ച് വഴിയുള്ള ഫോൺ വിളി രസകരമായിരുന്നു അന്നമോളെ. അതെങ്ങനെയായിരുന്നു മലാക്കേ? ഫോൺ വിളിക്കുന്നയാൾ സ്വന്തം നമ്പറും വിളിക്കേണ്ട നമ്പറും എക്സ്ചേഞ്ചിലെ ഓപ്പറേറ്റർക്ക് പറഞ്ഞു കൊടുക്കും. അതനുസരിച്ച് എക്സ്ചേഞ്ചിലെ ജോലിക്കാർ ഫോണുകൾ തമ്മിൽ സ്വിച്ച് ബോർഡ് മുഖേന ബന്ധിപ്പിക്കും. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം കൂടി കുറച്ച് സമയമെടുക്കും.
ഇത്രയും സമയം ചെലവഴിച്ചാലേ ഉദ്ദേശിക്കുന്ന ആളെ നമുക്ക് ഫോണിൽ കിട്ടൂ. അന്ന് ഫോണിൽ സംസാരിക്കാൻ എന്ത് കഷ്ടപ്പാടായിരുന്നല്ലേ. അതേ അന്നമോളെ, പണ്ട് എക്സ്ചേഞ്ചിലിരുന്ന് ഫോൺ കണക്ട് ചെയ്തിരുന്ന ആളുടെ സ്ഥാനം ഇന്ന് കമ്പ്യൂട്ടറുകളാ ഏറ്റെടുത്തിരിക്കുന്നത്. അതെങ്ങനെയാ മലാഖേ? ഡയൽ ചെയ്ത നിമിഷങ്ങൾക്കകം നമുക്ക് വേണ്ടിയ ആളുടെ ഫോണിലേക്ക് കോൾ കണക്ട് ചെയ്ത് തരുന്നത് കമ്പ്യൂട്ടറാ. ആണോ മലാഖേ? അതേ അന്നമോളെ. എങ്കിൽ എന്റെ അന്നമോൾ മമ്മി വിളിക്കുന്നതിന് മുമ്പ് വേഗം വീട്ടിലേക്ക് പോയിക്കോട്ടോ. ബൈ മലാഖേ. ബൈ അന്നമോളെ. ബൈ. കൂട്ടുകാരെ, കുസൃതിക്കുടുക്കിയായ അന്നമോൾക്ക് എന്തോരം സംശയങ്ങളാലേ. അന്നമോളുടെ സംശയങ്ങളാണ് നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. എങ്കിൽ നമുക്കൊരു ബൈബിൾ വാക്യം കാണാതെ പഠിച്ചാലോ? ഞാൻ നിന്നെ നിശ്ചയമായും രക്ഷിക്കും, എന്തെന്നാൽ നീ എന്നിൽ ആശ്രയിച്ചു. ജെറമിയായുടെ പുസ്തകം 39 അധ്യായം 18 വാക്യം. കൂട്ടുകാരെ, ടെസ വായിച്ച ബൈബിൾ വചനം നിങ്ങളെല്ലാരും കേട്ടില്ലേ? ടെസ വായിച്ച ബൈബിൾ വചനം എല്ലാരും കാണാതെ പഠിക്കണേ. എങ്കിൽ കൂട്ടുകാരെ, നമുക്ക് അടുത്ത സെഗ്മെന്റ് എന്താന്ന് നോക്കിയാലോ? കൊച്ചു കൂട്ടുകാരെ, ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്ന പുസ്തകം വിശുദ്ധ ക്ലേലിയ പുണ്യവതിയുടെ ജീവചരിത്രത്തെക്കുറിച്ചാണ്. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് അമൽ മാക്കീൽ ആണ്. ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് വിമല ബുക്സ് പബ്ലിക്കേഷൻസ് ആണ്. ഈ പുസ്തകത്തിൽ 14 അധ്യായങ്ങളാണുള്ളത്. ഒരു പുണ്യവതിയുടെ ജനനം, ഏവർക്കും പ്രിയപ്പെട്ടവളായ ക്ലേലിയ, ദുരിതങ്ങൾക്ക് നടുവിൽ, ദൈവാനുഷികയായ ക്ലേലിയ, മാറ്റങ്ങളുടെ കാലം, എൻ്റെ സ്നേഹമേ നീ വരൂ, ഈശോയുടെ സ്നേഹ സാന്നിധ്യം, മതാധ്യാപികയായ ക്ലേലിയ, ബ്രൂതിയിലെ ദിവ്യപ്രകാശം, ദൈവസ്നേഹത്തിൻ്റെ പദ്ധതി, വ്യാകുലമാതാവിൻ്റെ കൊച്ചു സഹോദരികളുടെ ആരംഭം, ഏവർക്കും മദർ ക്ലേലിയയായി, സ്വർഗത്തിലേക്ക് പറന്ന വെള്ളരിപ്രാവ്, വിശുദ്ധ ക്ലേലിയ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കൂ എന്നിങ്ങനെ 14 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത്. 1-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ ക്ലേലിയയുടെ ജനനത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. 1847 ഫെബ്രുവരി 13 ജോസഫ് ജസീന്ത ദമ്പതികൾക്ക് ആദ്യത്തെ കുട്ടിയായി ക്ലേലിയ പിറന്നു വീണു. 2-ാമത്തെ അധ്യായത്തിൽ ഏവർക്കും പ്രിയപ്പെട്ടവളായി വളർന്നു വന്ന ക്ലേലിയ പുണ്യവതിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 3-ാമത്തെ അധ്യായം ദുരിതങ്ങൾക്ക് നടുവിൽ എന്നതാണ്. 4-ാമത്തെ അധ്യായത്തിൽ ദൈവാന്വേഷികയായ ക്ലേലിയയാണ് കാണാൻ സാധിക്കുന്നത്. 5-ാമത്തെ അധ്യായത്തിൽ ക്ലേലിയയുടെ ആദ്യത്തെ ആധ്യാത്മിക ഉപദേഷ്ടാവായിരുന്ന ഇടവക വികാരി മരണമടയുകയും പകരം പുതിയൊരു വികാരി ചുമതല ഏറ്റെടുക്കുകയും ചെയ്തതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. 6-ാമത്തെ അധ്യായത്തിൽ ക്ലേലിയയുടെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണത്തെക്കുറിച്ചാണ് പരാമർശിക്കുന്നത്. തലേന്ന് രാത്രി ക്ലേലിയയ്ക്ക് ഉറങ്ങുവാൻ സാധിച്ചില്ല. മണവാളനെ കാത്ത് കത്തുന്ന വിളക്കുമായിരുന്ന വിവേകമതികളായ കന്യകമാരെ പോലെ ക്ലേലിയയും യേശുവിനെ കാത്തിരുന്നു. വളരെ കാലമായി ഹൃദയത്തിൽ കാത്തു സൂക്ഷിച്ചിരുന്ന ആഗ്രഹം ഒരു വിശുദ്ധയായി തീരുക. 7-ാമത്തെ അധ്യായമാണ് ഈശോയുടെ സ്നേഹ സാന്നിധ്യം എന്നത്. കുട്ടികളോട് അവസരം കിട്ടുമ്പോഴെല്ലാം ദൈവത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ ക്ലേലിയയുടെ മുഖം കൂടുതൽ പ്രശോഭിതമാകും. ആ ദിവ്യപ്രകാശത്തിൽ അവൾ കൂടുതൽ പരിശുദ്ധയായി കാണപ്പെട്ടു. 8-ാമത്തെ അധ്യായത്തിൽ മതാധ്യാപികയായ ക്ലേലിയയാണ് കാണാൻ സാധിക്കുന്നത്. 9-ാമത്തെ അധ്യായമാണ് ബ്രൂതിയിലെ ദിവ്യപ്രകാശം. വിശുദ്ധ ആഗനസിന്റെ ജീവിതവും ക്ലേലിയയുടെ ജീവിതവും തമ്മിൽ വളരെ സാമ്യമുണ്ടായിരുന്നു. എൻ്റെ വിരലിൽ വിവാഹമോതിരവും എന്നെ മൂടത്തക്ക വിധം അമൂല്യ രത്നങ്ങളും കൊണ്ട് ക്രിസ്തു എന്നെ അവിടുത്തെ മണവാട്ടിയാക്കിയിരിക്കുന്നു. ഞാൻ എന്നും അവിടുത്തേതാണ്. അവിടുത്തെ മാത്രമേ ഞാൻ സ്നേഹിക്കൂ. ദൈവസ്നേഹത്തിന്റെ പദ്ധതി എന്ന 10-ാമത്തെ അധ്യായത്തിൽ ദിവ്യനാഥനായ യേശു ക്ലേലിയയെ അമൂല്യ രത്നമായി ഒരുക്കുകയായിരുന്നു. 11-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ ക്ലേലിയ തന്റെ ഇടവകയിൽ നടത്തിയ പ്രേഷിത പ്രവർത്തനങ്ങളെ പറ്റിയാണ് പരാമർശിക്കുന്നത്. 12-ാമത്തെ അധ്യായത്തിൽ ഏവർക്കും മദറായി തീർന്ന ക്ലേലിയയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്.
ക്ലേലിയയുടെ ഏറ്റവും പ്രധാന ജോലി മതബോധനമായിരുന്നു. അറിവില്ലാത്തവരെ എഴുത്തും വായനയും പഠിപ്പിക്കുകയും വീട് തോറും കയറി വചനം പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. 13-ാമത്തെ അധ്യായത്തിൽ വിശുദ്ധ ക്ലേലിയയുടെ മരണത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. 1870 ജനുവരിയിൽ ക്ലേലിയ ക്ഷയരോഗത്തിനടിപ്പെട്ടു. 23 വയസ്സ് മാത്രം പ്രായമുള്ള ക്ലേലിയ നിത്യസമ്മാനത്തിനായി യാത്ര തിരിച്ചു. അവസാനത്തെ അധ്യായമായ 14-ാമത്തെ അധ്യായത്തിൽ ക്ലേലിയയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുന്നതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. 1989 ഏപ്രിൽ 9 വാഴ്ത്തപ്പെട്ട ക്ലേലിയ ബാർബിയേറിയെ ജോൺ പോൾ രണ്ടാമൻ പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. കൊച്ചുകൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും വിശുദ്ധ ക്ലേലിയയുടെ ജീവചരിത്രം ഇഷ്ടമായോ? എങ്കിൽ നിങ്ങൾ എല്ലാവരും ഈ പുസ്തകം വാങ്ങി വായിക്കണേ. എങ്കിൽ കൂട്ടുകാരെ, നമുക്ക് അടുത്ത സെഗ്മെന്റ് എന്താന്ന് നോക്കിയാലോ? ദിവ്യകാരുണ്യമേ, വൃത്തിനാനന്ദമേ, ദിവ്യകൂദാശയ എന്നിലലിയോ, സ്നേഹവാത്സല്യമേ, ആത്മസൗഭാഗ്യമേ, പൂർണ്ണമായി നിന്റേത് മാറ്റൂ. ദിവ്യകാരുണ്യമേ, വൃത്തിനാനന്ദമേ, ദിവ്യകൂദാശയ എന്നിലലിയോ, സ്നേഹവാത്സല്യമേ, ആത്മസൗഭാഗ്യമേ, പൂർണ്ണമായി നിന്റേത് മാറ്റൂ. മഴയായി പൊഴിയൂ മനസ്സിൽ പൂവിൽ, സ്നേഹക്കുളിരായി നിറയൂ എന്നിൽ ഹൃത്തിൽ. നിത്യം ആരാധന സ്തുതി നാഥ, നിത്യം ആരാധന സ്തുതി നാഥ. സ്നേഹം ഉറപ്പമായി എന്നിൽ നിറഞ്ഞിടുമ്പോൾ സർവം ആപാതയർപ്പിക്കാം. സ്നേഹം ഉറപ്പമായി എന്നിൽ നിറഞ്ഞിടുമ്പോൾ സർവം ആപാതയർപ്പിക്കാം. ദിവ്യസൗഭാഗ്യം അങ്ങെന്റെ സ്വന്തം, ദിവ്യസൗഭാഗ്യം അങ്ങെന്റെ സ്വന്തം. ആത്മാവിനു സ്തുതിഗീതികളാ. മഴയായി പൊഴിയൂ മനസ്സിൽ പൂവിൽ, സ്നേഹക്കുളിരായി നിറയൂ എന്നിൽ ഹൃത്തിൽ. നിത്യം ആരാധന സ്തുതി നാഥ, നിത്യം ആരാധന സ്തുതി നാഥ. കൂട്ടുകാരെ, ഇന്നത്തെ കളിയലിഞ്ഞ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായില്ലേ? നമ്മുടെ കൊച്ചു കൂട്ടുകാരി പാടിയ പാട്ട് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നല്ലേ? റിസ, ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? ആൻസർ പറയാൻ പറ്റുമോ? ആ, പറയാൻ പറ്റും. ആദ്യത്തെ സർജനും സർജറിയും ഏതാണ്? ക്ലൂ തരാവോ? ബൈബിളിൽ നിന്ന് വന്നിട്ടുള്ളതാ. ദൈവമാണ് സർജൻ. ആദത്തിൽ നിന്ന് ബോൺ എടുത്താണ് ഹൗവായെ സൃഷ്ടിച്ചത്. ഞാനൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ? സ്വന്തം പേരിൽ രഥമുള്ള സ്ത്രീ. ഒരു ക്ലൂ തരാവോ? ബൈബിളിൽ നിന്നുള്ള ഒരു വാക്കാ. അതിപ്പോ ആരാ? എനിക്കറിയത്തില്ല. ഉത്തരമാണ് എസ്തർ. എസ്തറോ രഥത്തിന്റെ മറ്റൊരു പേരാണ് തേര്. അപ്പൊ എങ്ങനെ എസ്തർ ആകും?
എസ്തറിന്റെ ലാസ്റ്റ് വേർഡ് തേരുന്നല്ലേ? എസ്തർ. അതെ. എങ്കിൽ ഈ ആഴ്ച കളിമുറ്റത്തിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്ന കൊച്ചു കൂട്ടുകാരെ ഒന്ന് നമുക്കൊന്ന് വിഷ് ചെയ്താലോ? കൂട്ടുകാരെ, ഈ ആഴ്ച ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ വക ഹാപ്പി ബർത്ത്ഡേ. കൂട്ടുകാരെ, ഈ ആഴ്ചയിലെ വാർത്തയിലെ താരം ആരായിരിക്കും? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? കുട്ടികളുടെ വൈറൽ വീഡിയോകൾ പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമാണ് ഈ വീഡിയോ. ഈ കുഞ്ഞിന്റെ നിഷ്കളങ്ക വിളിക്ക് മുമ്പിൽ ഒരുപക്ഷെ ദൈവം വരെ ഇറങ്ങി വന്നിരുന്നേനെ. തന്റെ മുമ്പിൽ നിൽക്കുന്നത് ഒരു പ്രതിമയാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ആ മാതാവിന്റെ രൂപത്തോട് കുട്ടി പ്രകടിപ്പിക്കുന്ന സഹതാപവും കരുതലും ആരെയും അതിശയിപ്പിക്കുന്നതാണ്. ഉണ്ണീശോയെ കയ്യിലെടുത്ത് കുറെ നേരം തനിക്ക് മുമ്പിൽ നിൽക്കുന്ന മാതാവിനെ കണ്ടപ്പോൾ തന്റെ അടുത്തിരിക്കാൻ വിളിക്കുന്ന ആ കുട്ടിയുടെ നിഷ്കളങ്ക സ്നേഹത്തിനു മുമ്പിൽ നമ്മൾ ആരാണെങ്കിലും ഒന്നിരുന്നു പോകും. ആശുപത്രി വരാന്തയിൽ നിൽക്കുന്ന മാതാവിന്റെ കാൽ വേദനിക്കുന്നുണ്ടാവുമെന്നോർത്താണ് കസാരയിലിരിക്കാൻ കുട്ടി മാതാവിനെ വിളിക്കുന്നത്. ചുമ്മാ അങ്ങ് സ്ക്രോൾ ചെയ്ത് പോകാനുള്ളതല്ല ഈ വീഡിയോ. ഇതിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ചിലതുണ്ട്. സഹജീവികളോട് കരുണ കാണിക്കാനും മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകളിൽ അവർക്ക് താങ്ങാകാനും അറിയാതെ പറയുകയാണ് ഈ കുരുന്ന്. കൂട്ടുകാരെ, ഈ ആഴ്ച ആരുടെ പടമായിരിക്കും സെലക്ട് ചെയ്തിരിക്കുന്നത്? നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? കൂട്ടുകാരെ, പടങ്ങൾ വരയ്ക്കാനും കഥകൾ പറയാനും കഴിവുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അതിനായി ഞങ്ങളുടെ അഡ്രസ്: ദി പ്രൊഡ്യൂസർ, കളിമുറ്റം, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ. പിൻ 680309. ഇമെയിൽ kalimutamgtv24@gmail.com. ഫോൺ 8606460033. കൂട്ടുകാരെ, കളിമുറ്റത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ? അടുത്ത ആഴ്ച ഇതിലും നല്ല എപ്പിസോഡുമായി ഞങ്ങൾ വീണ്ടും വരും. Till then, bye.